ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ലേ ചെയ്യുന്നത്, ചെറിയൊരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കുക്കിംഗ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ ഒരു ബോർ അടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പാരൻസിൻ്റെ കൂടെ 2 ദിവസം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വൈകുന്നേരമായി പോയപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട് രാത്രി. വീട്ടിലിപ്പോൾ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇതുപോലെ അവരുടെ അടുത്ത് പോയി നിൽക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു മീൻ കറിയുടെ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഉമ്മയൊക്കെ നേരത്തെ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേൽക്കുന്ന ആൾ തന്നെയാണ്. ഞാനിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കാം. രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് പിന്നെയും കിടക്കും കുറച്ച് സമയം. ഞാനിപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മ ന്യൂസ് പേപ്പർ വായിക്കാൻ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് പേപ്പർ കൊണ്ടുവരുന്നത്. മഴയായതിന് ശേഷം നല്ല ശ്രദ്ധയോടുകൂടെ കവർ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടോ ഇത്ര കെയർഫുള്ളായിട്ട് ന്യൂസ് പേപ്പർ പൊതിഞ്ഞുകൊണ്ട് വരുന്നത് കാണുന്നു. അപ്പോൾ പേപ്പർ വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയുടെ പണിയായിരുന്നു കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് നേരത്തെ കഴിക്കും. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പ്രമാണിച്ച് മുട്ടപ്പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർത്തി കഴിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല സ്പോഞ്ച് പോലെയാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പഴം പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂത്താപ്പയുടെ മോൻ വന്നപ്പോൾ അതിനെയും പിടിച്ചിരുത്തി ചായ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അനിയത്തിയും ഭർത്താവും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വരുമെന്ന് പറയുമ്പോൾ ശരിക്കും ഉപ്പയും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പ്രായമായി കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ, മക്കൾ അടുത്ത് വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അവർക്ക്. നമ്മളിപ്പോൾ എത്ര വലുതായാലും ശരിക്കും അവർക്ക് നമ്മൾ എപ്പോഴും കുട്ടികൾ തന്നെ ആയിരിക്കുള്ളൂ. ശരിക്കും ഒരു പകരം വെക്കാനില്ലാത്തൊരു കളങ്കമില്ലാത്തൊരു സ്നേഹമാണ് ശരിക്കും അല്ലെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിന് പകരം വെക്കാൻ എനിക്കങ്ങനെ തോന്നുന്നത്. തീർച്ചയായിട്ടും ആരും ഉണ്ടാവില്ല. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ എന്താ എത്ര ലേറ്റായി എന്നൊക്കെ ഉമ്മ ചോദിക്കുന്നു കേട്ടോ. എപ്പോഴും വരുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉമ്മ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പറ്റും. നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്താൽ മതി, കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഉമ്മയുടെ ആങ്ങളുടെ മോന വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം എല്ലാവരും വരും, ഷോപ്പുകളൊക്കെ അടവല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഫ്ലോറും എഗ്ഗൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും കഴിക്കുമ്പോൾ. പിന്നെ അപ്പോൾ ബിരിയാണി നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചെടുത്ത് നമ്മുടെ ഹെൽപ്പറുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് കേട്ടോ. നമുക്ക് അങ്ങനെയാണ് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു പതിവ് എപ്പോഴും തെറ്റിക്കാറില്ല. ബിരിയാണി ഉണ്ടാക്കിയത് കൂടാതെ അനിയത്തി വന്നപ്പോൾ കുറച്ച് മന്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി കഴിക്കാൻ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും കൂടെ അത് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഫുഡൊക്കെ എല്ലാവരും കറക്റ്റ് ടൈമിന് കഴിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ പിള്ളേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വരില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. ഉമ്മ പപ്പടം എടുക്കാൻ മറന്നിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. പപ്പടം ഉമ്മക്കൊരു ശരിക്കും വീക്ക്നെസ്സാണ്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ മത്തങ്ങയും ചവ്വരിയും വെച്ചിട്ട് നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി അത് സെർവ് ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ മാമയുടെ മക്കളൊക്കെ വേറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പായസമൊക്കെ കൊണ്ട് കൊടുത്ത്. ശരിക്കും ഈ ഒരു പായസം മത്തങ്ങയാണെന്ന് വെച്ചാൽ ആരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ, സൂപ്പർ പായസമാണ്. ഇപ്പോൾ പായസമൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് പായസം നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അവർ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നതാണ്. അപ്പം നോക്കിയപ്പോൾ സപ്പോട്ട കുറേ ഇങ്ങനെ മൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തതാണ്. പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടുമല്ലോ. ഇപ്പോൾ എന്ത് സാധനമായാലും നമ്മൾ വീട്ടിൽ ഉണ്ടായിട്ട് പറിച്ചെടുക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ മരുന്നൊന്നും അടിക്കാതെ പഴുപ്പിച്ച് കഴിക്കാമല്ലോ നമുക്ക്. ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹൈറ്റ് കുറവായത് കാരണം പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ പറിക്കാനായിട്ട് ഉപ്പയും കൂടെ അവിടെ വന്ന് നിന്നതാണ്. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ശരിക്കും ഇതുപോലെയൊക്കെ ഞങ്ങൾ പറമ്പിൽ നടന്ന് ഇങ്ങനെ പഴുത്താത്ത ചക്ക പേരക്കൊക്കെ പറിച്ചെടുക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. പറിച്ചു കൊടുത്ത് പഴുപ്പിച്ചു കൊടുത്താൽ കഴിക്കും.
ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞൊരു ഭക്ഷണത്തിന് മുമ്പ് തന്നെ അവർ പോയി കേട്ടോ. അനിയത്തിയും ഫാമിലിയൊക്കെ പോയി. ഭക്ഷണം കുറച്ച് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം നിൽക്കാൻ പോയത് കാരണം അന്ന് പോന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ മാപ്പിളപ്പാട്ട് വെച്ച് കൊടുക്കാറുണ്ട് മൊബൈലിൽ. അവർക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇങ്ങനെ എഗ്ഗും പൊട്ടറ്റോയും കൂടെ ഒരു റോസ്റ്റ് ചെയ്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പത്തിരിക്കൊക്കെ നല്ല കറിയാണത്. അപ്പോൾ നല്ല കുഴലി പരത്തിയ പത്തിരിയും കറിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അതായിരുന്നു. ഇവരൊക്കെ നേരത്തെ തന്നെ എഴുന്നേൽക്കണ കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറക്റ്റ് ടൈമിന് കഴിക്കും. പിന്നെ ഉമ്മക്കൊരു ഹെൽപ്പറും ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല ഇവിടെ വന്ന്. മൂപ്പര് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ചോറിനൊക്കെ വെള്ളം വെച്ച് അടുപ്പിലാണ്, വിറകടുപ്പിൽ അരിയൊക്കെ ഇടും. അപ്പോൾ ഇങ്ങനെ അരി നല്ലോണം തിളച്ചിട്ട് തന്നെ വെന്ത് കിട്ടുമല്ലോ നമുക്ക്. അത് കഴിഞ്ഞിട്ട് അരി ഇട്ട് കഴിഞ്ഞിട്ട് പുള്ളി മീൻ വെട്ടാനിരിക്കും. മീൻ കറിയും ചോറൊക്കെ നേരത്തെ തന്നെ ജോലി കഴിച്ചു വെക്കും. അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങയും മുളക് അരച്ചിട്ട്. അപ്പോൾ അതിനുള്ള തേങ്ങയും ആവശ്യത്തിനുള്ള മുളകും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ഒരു പൊട്ട് പെരുംജീരകവും ഒരു പൊട്ട് ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. പുള്ളിക്കാരി നല്ലോണം മീൻ കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അരച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിന് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുടംപുളി നേരത്തെ തന്നെ ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴുകിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട്. കുടംപുളി ഇട്ട് വെച്ചാൽ പിന്നെ നമ്മൾ 2 ദിവസമൊക്കെ ഇരുന്നാൽ ഈ കറി കേടാവില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം പാകത്തിനാക്കണം. നമുക്ക് കലക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം പാകത്തിനാണെന്ന്. കാരണം കുറച്ച് സമയം തിളക്കേണ്ടതാണല്ലോ, അരപ്പിൻ്റെ കുത്തൊക്കെ മാറേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചത് തിളപ്പിക്കാൻ വെക്കണം. കറിയെ തിളച്ച് കുറച്ചധികം തിളച്ചതിന് ശേഷം ഏകദേശം വറ്റാവാനാവുമ്പോഴാണ് മീൻ ഇട്ട് കൊടുത്താൽ മതി. കാരണം മീൻ നേരത്തെ ഇട്ടാൽ പിന്നെ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഈ കറി നല്ലൊരു ഓറഞ്ച് കളറായിട്ടുള്ള കറിയാണിത്. അപ്പോൾ അതിൽ നല്ലോണം പിന്നെ അല്പം പെരുംജീരകം ഒരു പൊട്ട് ഇഞ്ചിയൊക്കെ ചേർത്ത് അരച്ചേക്കണ കാരണം മീൻ കറിയിൽ എപ്പോഴും അങ്ങനെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ മീനിനുള്ള അരപ്പ് കലക്കിയത് നല്ലോണം തിളച്ച് വറ്റി ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം പിന്നെ ഒരുപാട് സമയം വെക്കണ്ട. കുറച്ച് മീനിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടാൽ മതി. അപ്പോഴത്തേനും അത് നെയ്യ് തെളിഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് മൂപ്പിച്ചിട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് ഇത് അളിക്കാൻ നല്ലത് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ വറുത്ത് അരക്കണ കറിയാണെങ്കിൽ ഒരല്പം ഉലുവയും കൂടി ചേർക്കണം നല്ലതാട്ടോ. പക്ഷേ ഇപ്പം ഇങ്ങനെ തേങ്ങ അരച്ച കറി ആയത് കാരണം ഉലുവ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ നെയ്യൊക്കെ തെളിഞ്ഞ് കണ്ട കറി നല്ല ഓറഞ്ച് കളറായിട്ടുള്ള കറിയാണ്. നല്ല ചോറിന് നല്ല കറിയാണിത്. ഇപ്പോൾ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അരി നല്ലോണം തിളച്ചതിൻ്റെ പശയൊക്കെ പോയിട്ടുള്ള ചോറാണ് ഇതുപോലെ അടുപ്പിൽ വെക്കുമ്പോൾ. എന്നിട്ട് ഇതുപോലെയാണ് ഇങ്ങനെ വടിക്കുന്നത്. അതൊക്കെ പഴയ കാലത്ത് വെക്കുന്ന ഇതുപോലെ തന്നെയാണല്ലോ. നാട്ടിലൊക്കെ അധികവും ഈ വിറകടുപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാറ്റും നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ മത്തങ്ങയും പയറും കൊണ്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തങ്ങയും പയറും വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അതിലേക്ക് കടുകും വേപ്പിലൊക്കെ വറുത്തിട്ട് നമ്മൾ തേങ്ങ അല്പിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്. എരിശ്ശേരിക്ക് എപ്പോഴും തേങ്ങ വറുക്കണമല്ലോ. അപ്പോൾ തേങ്ങ അരച്ച് കുറച്ച് ചേർക്കുകയും ചെയ്യും ഇതിൻ്റെ ഒപ്പം തന്നെ. അത് താളിച്ചതിന് ശേഷം ഒരല്പം പാകത്തിന് ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ലതാണ്. മധുരമുള്ള മത്തങ്ങയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ മത്തങ്ങ എരിശ്ശേരിക്ക് ഒരു ചെറിയൊരു മധുരമുള്ളത് നല്ലതാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എപ്പോഴും ഇത്തിരി പഞ്ചസാര ഇടാറുണ്ട്. ആ ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ കൂടെ ഒന്ന് പുറത്ത് പോയതാണ്. മൂത്താപ്പാടെ മക്കൾ താമസിക്കുന്നുണ്ട്. അധികം ദൂരമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അവിടെ പോയിട്ട് ഉമ്മക്കൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും പോയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഒന്ന് പോയതാണ്. ഞാനും മോനും കൂടെ കൂടിയിട്ട് ഉമ്മാനും കൂട്ടി പോയി. ഇപ്പോൾ കൂടെ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് യാത്ര ചെയ്യാൻ നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ എവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും നല്ല കൃഷിയൊക്കെ ചെയ്യുന്നൊരു വീട് തന്നെയാണ്. ഒത്തിരി സ്ഥലമുണ്ട്. അപ്പോൾ ഒരു നല്ല പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ മഴ വന്നപ്പോൾ അതൊക്കെ കുറേ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുറേ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ജ്യൂസാണ്. സ്കോഷാക്കി ഉണ്ടാക്കി വെച്ചതല്ല, വെറുതെ ഫ്രഷായിട്ട് അടിച്ചെടുക്കുന്നത്. അത് സ്പെഷ്യലായിട്ട് അവിടെ രാഗിയും ചോളപ്പൊടിയും ചേർത്തിട്ട്
അകത്ത് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് ഒരു അട ഒഴുകിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് തോന്നി ഞങ്ങൾ കഴിച്ചപ്പോൾ. പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് വേറെ 2 മക്കളും കൂടി ഉണ്ടായിരുന്നു മൂത്താപ്പാട. അവരുടെ വീട്ടിലും കയറി ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോന്നത്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായപ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് വീട്ടിലേക്ക്. പിന്നെ വീട്ടിൽ വന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉമ്മ കുറച്ച് ചോക്ലേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നോണ്, അത് എടുത്തുകൊണ്ട് വരികയാണ്. ഇവർക്ക് മോനക്കും ഇതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഉമ്മ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ തിരിച്ച് ഞങ്ങൾ പോന്നു. മോനക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ 2 ദിവസം അവിടെ നിന്നിട്ടുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.